വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിരിയും 21. വക്കീൽ പറഞ്ഞതനുസരിച്ച് സുദേവും രമയും ഓഫീസിന് പുറത്തേക്ക് ഇരുന്നെങ്കിലും വീടിനോട് ചേർന്നുള്ള ചെറിയൊരു ഓഫീസ് മുറി ആയതുകൊണ്ട് തന്നെ അകത്തിരുന്നവർ സംസാരിക്കുന്നത് പുറത്തിരിക്കുകയായിരുന്ന രണ്ടുപേർക്കും കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. വക്കീലിന്റെ ചോദ്യങ്ങൾക്കു മറുപടിയായി വിഭാവരി താൻ അനുഭവിച്ച കാര്യങ്ങൾ വിവരിക്കുന്നത് കേട്ട് സുദേവിന്റെ മുഖം വിവർണമായി. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു. രമച്ചിറ്റ കണ്ണുകളടച്ച് കസേരയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു. കൺപീലികൾ നനച്ച് ഇരു കവിളുകളിലൂടെയും ചാലിട്ടൊഴുകിയ കണ്ണുനീർ ഇടയ്ക്കവർ കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. പ്രസന്ന ഭാവത്തോടെ ഇത്രയും നേരം കാറിൽ ഒപ്പമുണ്ടായിരുന്നവൾ ഉള്ളിൽ കൊണ്ടുനടന്ന വേദനകളുടെ ആഴവും വ്യാപ്തിയും സുദേവിനെ ചിന്തിപ്പിച്ചു. ചിരിയുടെ മൂടുപടമണിഞ്ഞ് മുന്നിൽ വരുന്ന പല മുഖങ്ങൾക്കു പിന്നിലും നോവിന്റെ കഥകൾ മറഞ്ഞിരിപ്പുണ്ടായിരിക്കും. സ്വന്തം ദുഃഖങ്ങൾക്കുമേൽ മറവിയുടെ കരിമ്പടവും വലിച്ചിട്ട് അതിനു മുകളിൽ ഒരു ചെറു ചിരിയുടെ നറുനെയും ചാലിച്ച് നടക്കുന്നവർ. അരമണിക്കൂർ നേരത്തെ സംസാരത്തിനൊടുവിൽ പുറത്തേക്കിറങ്ങിയ വിഭാവരി കലങ്ങിച്ചുവന്ന കണ്ണുകൾ തന്നെ ചതിക്കുന്നതറിയാതെ പുറത്തെ അരമതലിൽ ചാരി നിൽക്കുന്ന സുദേവിനെയും അകത്തിരിക്കുന്ന ചിറ്റയെയും നോക്കി മനോഹരമായി തന്നെ ചിരിച്ചു. എഴുന്നേറ്റ രമച്ചിറ്റ അവളെ ചേർത്തുപിടിച്ച് മൂർധാവിൽ ചുണ്ടുകൾ ചേർത്തതോടെ അഭിനയത്തിന്റെ മുനയൊടിഞ്ഞവൾ ഒന്ന് തേങ്ങിപ്പോയി. നനഞ്ഞ കണ്ണുകൾ ഉയർത്തി തന്നെ നോക്കിയവളെ ചിറ്റയോടൊപ്പം വിട്ട് സുദേവ് പടികൾ ഇറങ്ങി. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇട്ടപ്പോഴേക്കും വിഭയും രമച്ചിറ്റയും ഓഫീസിൽ നിന്നും ഇറങ്ങി വന്നു. പോകാം മാഷേ. രണ്ടുപേരും കാറിനകത്തേക്ക് കയറിയതും വിഭ പറഞ്ഞത് കേട്ട് സുദേവ് കാറ് മുന്നോട്ടെടുത്തു. എന്താ മാഷേ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തു പറ്റി? കാറിനകത്തെ നിശബ്ദതയെ ഭേദിച്ച് പുറകിൽ നിന്നും വിഭയുടെ ചോദ്യം കേട്ട് സുദേവ് അറിയാതൊന്ന് ചിരിച്ചുപോയി. അത് ശരി, എന്നോടാണോ ചോദിക്കുന്നേ? ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഡയലോഗൊക്കെ കേട്ടപ്പോ ഞാൻ കരുതിയത് ആൾ ഇച്ചിരിയൊക്കെ ബോൾഡാണെന്നല്ലേ. ജീവിതമല്ലേ മാഷേ, അത് ചിലപ്പോ നമ്മളെയൊക്കെ ബോൾഡാക്കും, മറ്റു ചിലപ്പോ തലയിലെ സ്ക്രൂ അഴിച്ച് ദൂരെ കളയും. ഇത്ര നാളുമുള്ളിൽ സങ്കടം നിറയുമ്പോഴും ചുണ്ടിൽ ചിരിയെ വരുവുള്ളായിരുന്നു. അത് മാറി ഇപ്പോ കരയാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. അവളിൽ നിന്നും ഉയർന്ന നെടുവീർപ്പിന്റെ ചൂട് സുദേവിനെയും രമയെയും പൊള്ളിച്ചു. മതിയടാ പറഞ്ഞത്, നിർത്ത്. അവളുടെ മുടിയിൽ തലോടി രമച്ചിറ്റ പറഞ്ഞതോടെ വിപ കണ്ണുകളെ പുറത്തേക്ക് മേയാൻ വിട്ടു. അതെ, ഈ ഓട്ടമോടുന്നതൊക്കെ ഫ്രീ സർവീസ് ആണോ? ചോദ്യം കേട്ട് റിയർവ്യൂ മിററിൽ കൂടി വിഭയെ നോക്കിയ സുദേവിന്റെ കണ്ണുകളെ കുസൃതി നിറഞ്ഞ അവളുടെ കണ്ണുകൾ നേരിട്ടു. എന്തേ ഇപ്പോ അങ്ങനൊരു ചോദ്യം? അല്ല, ഇതുവരെയായിട്ടും കാശെത്രയായി എന്നൊന്നും പറഞ്ഞു കേട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പേടിക്കണ്ട, തിരികെ ചെന്നാലുടനെ മെസ്സേജ് ഇട്ടേക്കാം. എനിക്ക് പേടിയൊന്നുമില്ല, മാഷിന് വേണേ ഇട്ടാ മതി. ആ AC ഒന്ന് ഓഫ് ചെയ്തേ, ഈ ഗ്ലാസ് ഒന്ന് താഴ്ത്തട്ടെ, നമുക്കേ ആ കടല് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. സുദേവ് AC ഓഫ് ചെയ്തതും വിഭ കാറിന്റെ പുറകിലെ ഗ്ലാസുകൾ താഴ്ത്തി. കാറിനകത്തെ തണുപ്പിനെ തോൽപ്പിക്കാനെന്നോണം കടൽക്കാറ്റ് തന്റെ തണുത്ത കൈകൾ കാറിനകത്തേക്കു കടത്തി. തീരവുമായി ഓടിത്തൊട്ട് കളിക്കുന്ന തിരകളുടെ കുസൃതി നിറഞ്ഞ ശബ്ദവും കാറ്റിനൊപ്പം കാറിനകത്തേക്ക് എത്തി നോക്കി. തല മുന്നിലേക്ക് ചാരി പുറകിലേക്ക് ഓടിമറഞ്ഞുകൊണ്ടിരിക്കുന്ന കടലിലേക്കും നോക്കി അവൾ ഇരുന്നു. കടൽ തീരത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തിയതും സുദേവ് കാർ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി. കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരിക്കുകയായിരുന്ന രമച്ചിറ്റ കണ്ണുകൾ തുറന്നു. എന്താ നിർത്തിയത്? വേണമെങ്കിൽ കുറച്ചു നേരം കടൽ കണ്ടിട്ട് പോകാം, ദാ അവിടുന്ന് താഴേക്കിറങ്ങാം. സുദേവ് പറഞ്ഞത് കേട്ട് രമ നോക്കും മുന്നേ വിഭ ഡോർ തുറന്ന് ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വാച്ചിട്ടേ! പുറത്തുനിന്നും കൈകാട്ടി വിളിക്കുന്നവളുടെ സന്തോഷത്താൽ വിടർന്ന കണ്ണുകൾ കണ്ട് രമയും പുറത്തേക്കിറങ്ങി. അല്പം മുന്നേ വിഷമിച്ചിരുന്നവളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ അവൻ കണ്ടു.
കരയിലേക്ക് ഓടിക്കയറി കളിക്കുന്ന തിരകൾക്കൊപ്പം കളിക്കാൻ ഉത്സാഹം പിടിക്കുന്നൊരു കൊച്ചു പെൺകുട്ടി. ചിറ്റയുടെ കൈയും പിടിച്ച് തിരകൾക്ക് നേരെ നടക്കുന്നവളെയും നോക്കി സുദേവ് കാറിൽ ചാരി നിന്നു. സൂര്യനപ്പോൾ മാനത്ത് കുങ്കുമചിത്രം വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. തിരകൾക്കൊപ്പം ഓടിക്കളിക്കുന്നവളുടെ കളിചിരികൾ ആസ്വദിച്ചുകൊണ്ട് സുദേവ് അവിടെ നിന്നു. വൈകുന്നേരം തിരികെ എത്തിയപ്പോൾ വിചാരിച്ചതിലും വൈകിയതുകൊണ്ട് ആശ്രയോടൊപ്പം കോൺവെന്റ് ജംഗ്ഷനിൽ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിരുന്ന കാര്യം നടന്നില്ല. അതിൻ്റെ ഒരു കൊച്ചു പരിഭവം ആശ്രയെ കാണിച്ചെങ്കിലും ഭക്ഷണം പുറത്തുനിന്നും ഓർഡർ ചെയ്യാം എന്ന് വിഭ പറഞ്ഞതോടെ ആ തീറ്റപ്രാന്തി അവളുടെ കവിള് കിള്ളിപ്പറിച്ച് തന്റെ സന്തോഷം അറിയിച്ചു. ചൈനീസ് മതിയെന്നവൾ പറഞ്ഞതുകൊണ്ട് സൊമാറ്റോ വഴി ചിയാങ്ങിൽ നിന്നും ഓർഡർ ചെയ്ത ചിക്കൻ നൂഡിൽസും ബോൺലെസ് ചില്ലി ചിക്കനും കഴിഞ്ഞ ശേഷം വിഭ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിൽ വരുണിന്റെ ഒരു മിസ് കോളും എവിടെയാണെന്നൊരു വാട്സാപ്പ് മെസ്സേജും കിടപ്പുണ്ടായിരുന്നു. വണ്ടി ഓടിയതിൻ്റെയും കഴിഞ്ഞ ദിവസം സാധനങ്ങൾ വാങ്ങിയതിൻ്റെയും എമൗണ്ട് കാണിച്ചുകൊണ്ടുള്ള സുദേവിന്റെ ഒരു മെസ്സേജും അതോടൊപ്പം അവൾ കണ്ടു. സുദേവിന്റെ കാശ് ഗൂഗിൾ പേ വഴി കൊടുത്തിട്ട് അതിന്റെ റെസിപ്റ്റും ഒപ്പം ഒരു താങ്ക്സും പറഞ്ഞുകൊണ്ട് റിപ്ലൈ അയച്ച ശേഷം അവൾ വരുണിനെ തിരിച്ചു വിളിച്ചു. ഹലോ മാഡം, എന്തൊരു പരിപാടികള്? കോൾ എടുത്ത ഉടനെ അങ്ങേ തലക്കിൽ നിന്നും അവൻ ചോദിച്ചു. ഓ, പ്രത്യേകിച്ചൊന്നുമില്ല മോനെ, നാളെ സൺഡേ, ചിലപ്പോ ഒന്ന് കറങ്ങാൻ പോകും, അത് തന്നെ പരിപാടി. അപ്പൊ നിനക്കിനി കോടതിയിൽ പോകേണ്ടതെന്നാ? അത് 10-ാം തീയതി വരുന്ന വ്യാഴാഴ്ച. ആ, അന്ന് ഞാൻ വരാൻ കേട്ടോ, തനിയെ പോണ്ട. എടാ അത്... അവളൊന്ന് നിർത്തി. എന്തേലും പ്രശ്നമുണ്ടോ? അന്ന് ഞങ്ങളുടെ കൂടെ വക്കീലും വരുന്നുണ്ടേ. അതിനെന്താ, പുള്ളിയും വന്നോട്ടെ, നീയും ചിറ്റയും മാത്രമല്ലേ വേറെ ഉണ്ടാകൂ? അതല്ല വരുണേ, അവിടുത്തെ SI ആ സുദേവിന്റെ കസിന്റെ ഫ്രണ്ടാണേ. അപ്പോ അങ്ങേരുടെ കാറിൽ പോയാല് ആ SIയെ പരിചയപ്പെടാം. അത് മാത്രമല്ല, അയാൾ നമ്മുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് കാണിക്കും. ഓ, അതായത് ഞാൻ വരണ്ടെന്ന് അല്ലേ? വരുണെന്ന് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. മനസ്സിലായി. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. അപ്പുറത്ത് നിശബ്ദമായ ഫോണിലേക്ക് നോക്കി നഖം കടിച്ച് അവൾ ഒരു നിമിഷം നിന്നു. ശേ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. ഫോൺ ടേബിളിലേക്ക് വെക്കുമ്പോൾ പിറുപിറുക്കുന്നവളെ കണ്ട് ആശ്രയെ കട്ടിലിൽ നിന്നും തല പൊക്കി നോക്കി. ആ വരുൺ, അവൻ പിന്നെ ഉടക്കിന്നേ. പൊന്നു മോളെ, അവന്റെ പ്രപ്പോസൽ നീ വേണ്ടെന്ന് വെച്ചത് നന്നായി കേട്ടോ. എന്തേ? ഒന്നുമില്ല. തിരിഞ്ഞു കിടന്ന് പുതപ്പ് വലിച്ചിടുന്നതിനിടയിൽ ആശ്രയ പറഞ്ഞത് കേട്ട് വിഭ ചുണ്ടും കടിച്ചു പിടിച്ച് ആലോചനയോടെ അവിടെ നിന്നു. തിങ്കളാഴ്ച കാലത്ത് ആശ്രയോടൊപ്പം ഇറങ്ങിയ വിഭ കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തി ജോയിൻ ചെയ്തു. ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അധികമാകാത്തതിനാൽ വലിയ തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ അഹല്യ മാഡം അവൾക്ക് പറഞ്ഞുകൊടുത്തു. നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളതെന്ന് ആശ്രയ പറഞ്ഞത് വളരെ ശരിയാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി. അതിന്റെ സന്തോഷം വൈകുന്നേരം ചിറ്റ വിളിച്ചപ്പോൾ അവളുടെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹരിണിയെ വിളിച്ചും അവൾ ജോലിക്ക് ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞു. കിരണിന്റെ അച്ഛനെ നേരിട്ട് വിളിച്ചാൽ കിരണോ അമ്മയോ അറിയും എന്നുള്ള ഭയം കൊണ്ട് ജോലി കിട്ടിയ കാര്യം അച്ഛനോട് പറയാൻ ഹരിണിയെ തന്നെ അവൾ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. 10-ാം തീയതി കാലത്തെ 8 മണിയോടെ വക്കീൽ ജിനീഷ് പോൾ പാലാരിവട്ടത്തെത്തുമ്പോൾ വിഭയും ചിറ്റയും സുദേവിന്റെ കാറിൽ അവിടെ അദ്ദേഹത്തെയും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. വക്കീൽ തന്റെ കാറ് തൊട്ടടുത്തുള്ള പേ ആൻഡ് പാർക്കിൽ കയറ്റിയ ശേഷം അവരുടെ കാറിലേക്ക് കയറി. 9 മണിയോടുകൂടി തന്നെ അവർ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്നും വിപരീതമായി അവർ ചെല്ലുമ്പോൾ കിരൺ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അവനോടൊപ്പം അമ്മയെയും ഒരു വനിതാ വക്കീലിനെയും കണ്ട് വിഭ ചിറ്റയുടെ പുറകിലേക്ക് ഒതുങ്ങി. ആ വക്കീലിനെ കണ്ട് ജിനീഷ് പോൾ പരിചയഭാവത്തിൽ അവരെ നോക്കി ചിരിച്ചു. മറുപടിയായി അവരുടെ ചുണ്ടുകളിലും ഒരു ചിരി വന്നു. അവന്റെ വക്കീല് ആളിത്തിരി പെശകാണല്ലോ, ജിനീഷ് പോൾ പറഞ്ഞത് കേട്ട് സുദേവിന്റെ പുരികങ്ങൾ ചുളിഞ്ഞു. അതാണ് ഷീലാരത്നം. സുദേവ് നോക്കുന്നത് കണ്ട് ജിനീഷ് പോൾ കിരണിന്റെ വക്കീലിനെ പറ്റി അവനെ പറഞ്ഞു മനസ്സിലാക്കി. മുന്നിലിരുന്ന പോലീസുകാരനോട് സുദേവ് തന്റെ പേര് പറഞ്ഞ ശേഷം SIയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് പോയ ആ CPO
വേഗം തന്നെ തിരികെ എത്തി അവരോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. സുദേവ് വിഭയെയും രമച്ചിറ്റയെയും വക്കീലിനെയും കൂട്ടി അകത്തേക്ക് ചെന്നപ്പോൾ SI ആദിത്ത് അവരെ ചിരിയോടെ സ്വാഗതം ചെയ്തു. വാചേട്ടാ, ഹരി കാലത്തെ വിളിച്ചിരുന്നു. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവര് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഹരി വിളിച്ച കാര്യം സുദേവിനോട് സൂചിപ്പിച്ചിട്ട് തിരിഞ്ഞ് വിഭയോടുള്ള ആ ചോദ്യത്തിന് അവൾ തലയാട്ടി. സർ, ഞാൻ ജിനീഷ് പോൾ, വിഭയുടെ വക്കീലാണ്. വക്കീൽ SIയെ നോക്കി ചിരിച്ചിട്ട് സ്വയം പരിചയപ്പെടുത്തി. അവരും ഒരു വക്കീലുമായിട്ടാണ് വന്നിരിക്കുന്നത്, SI പറഞ്ഞു. അവരുടെ കൂടെയുള്ള വക്കീല് ഷീലാരത്നം ഇത്തിരി ടഫാണ്. ജിനീഷ് പോൾ പറഞ്ഞത് കേട്ട് SI ആദിത്ത് കസേരയിലേക്ക് ചാരിയിരുന്നിട്ട് ചിരിച്ചു. വക്കീല് തൽക്കാലം ഒന്നും സംസാരിക്കണ്ട, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ആദിത്ത് പറഞ്ഞത് കേട്ട് ജിനീഷ് പോൾ തലകുലുക്കി. മേശപ്പുറത്തിരുന്ന ബെല്ല് മുഴക്കിയപ്പോൾ അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്ത പോലീസുകാരനോട് പുറത്ത് കാത്തുനിൽക്കുന്ന കിരണിനെയും കൂട്ടരെയും അകത്തേക്ക് വിടാൻ ആദിത്ത് പറഞ്ഞത് കേട്ട് ആ പോലീസുകാരൻ തിരികെ പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞതും ആദ്യം വക്കീലും അവരുടെ പുറകെ കിരണും അമ്മയും അകത്തേക്ക് കയറി വന്നു. SI അവരോട് ഇരിക്കാൻ പറഞ്ഞതും കസേരകളിലേക്ക് ഇരുന്നിട്ട് അവരുടെ വക്കീൽ ഷീലാരത്നം SIയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മുന്നോട്ടൽപ്പം നീങ്ങിയിരുന്നു. ആദിത്ത് കൈ ഉയർത്തി അവരെ തടഞ്ഞിട്ട് കിരണിന് നേർക്ക് തിരിഞ്ഞു. ഇന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്ന സ്വർണം നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സാറേ, സ്വർണം എടുക്കാനുള്ള കാശ് തികഞ്ഞില്ല. പിന്നെ നീ എന്തുദ്ദേശിച്ച അന്ന് പറഞ്ഞത്? അന്ന് പറഞ്ഞതുപോലെ കാശ് കിട്ടിയില്ല. എന്നാ പിന്നെ വിഭ പറഞ്ഞിരിക്കുന്ന ആ പരാതി വെച്ച് തന്നെ അങ്ങ് മുന്നോട്ട് പോയാലോ? സാറേ, അതിന് മറുപടി എന്റെ വക്കീല് പറയും. അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അഹങ്കാരം കേട്ട് ആദിത്യന് ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും തൽക്കാലം ഒന്നടങ്ങി അയാൾ അവരുടെ വക്കീലിന് നേർക്ക് നോക്കി. സാർ, എന്റെ പേര് ഷീലാരത്നം, ഞാനാണ് കിരണിന്റെ വക്കീൽ. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? സാർ, സ്വർണം കൊടുക്കാം, പക്ഷെ ഇപ്പോഴല്ല. കോടതിയിൽ വെച്ച് സ്വർണം മുഴുവനും തിരികെ കൊടുക്കും. അതിനു മുന്നേ ഇവർ തന്നിരിക്കുന്ന പരാതി പിൻവലിക്കുകയും വേണം. നടക്കില്ല മാഡം. ദീപ തന്നിരിക്കുന്ന പരാതി മാഡം ഒന്ന് വായിച്ചു നോക്കിയേ. ദീപയുടെ പരാതി ആദിത്യ വക്കീലിന് നേർക്ക് നീട്ടി. ഷീലാരത്നം ആ പരാതി വാങ്ങി വായിച്ചു നോക്കി. സാർ, ഇതിന് തെളിവൊന്നുമില്ലല്ലോ. ആ പരാതി തിരികെ കൊടുത്തിട്ട് ഷീലാരത്നം ചോദിച്ചത് കേട്ട് SIയുടെ കണ്ണുകൾ ചുരുങ്ങി. അത് വക്കീൽ കോടതിയിൽ തെളിയിച്ചാൽ മതിയാകും. ആ പരാതി പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി ഇവൻ അകത്താക്കാൻ എനിക്കൊരു തടസ്സവുമില്ലെന്ന കാര്യം മാഡത്തിനും അറിയാലോ അല്ലേ? അതിന് മറുപടി പറയാതെ ഷീലാരത്നം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ, സ്വർണം കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്, അത് കോടതിയുടെ മുൻപിൽ വെച്ച് കൈമാറാം. അതെന്താ മാഡം, മാഡത്തിന് ഞങ്ങളെ വിശ്വാസമില്ലേ? സാർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളെന്തായാലും കോടതിയിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കോടതി വഴി തീർക്കുന്നതല്ലേ നല്ലത്? സാറ് കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. വക്കീല് പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി. കിരൺ ഇടക്ക് കയറി പറഞ്ഞത് കേട്ടതും SI ആദിത്യ ചാടി എഴുന്നേറ്റ് മേശയിൽ ആഞ്ഞൊന്നടിച്ചു. ആ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയ വിഭ ചിറ്റയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മുന്നോട്ട് വന്ന ആദിത്യ കിരണിന്റെ കോളറിൽ പിടിച്ച് അവനെ കസേരയിൽ നിന്നും വലിച്ചു പൊക്കി. കഴിവേറി മോനെ, ഞാനിവിടെ ചെരക്കാനിരിക്കുകയാണെന്നോടാ നീ വിചാരിച്ചത്? നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ശമ്പളം മേടിക്കുന്നത്. ഇവനെ പിടിച്ചകത്തിട്. വകുപ്പുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ഈ വിഭയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ് കൂടി ഇവന്റെ തലയിലേക്ക് ഇട്ടോ. ആദിത്യന്റെ അലർച്ച കേട്ടതും കിരണിന്റെ അമ്മ ചാടി എഴുന്നേറ്റ് തൊഴുതു പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. എന്റെ സാറേ, അവനൊന്നും ചെയ്യല്ലേ, സ്വർണം കാറിലുണ്ട്, ഞാൻ എടുത്തു തരാം. അത് കേട്ട് അവനെ തിരികെ കസേരയിലേക്ക് തള്ളിയിട്ടിട്ട് ആദിത്യ വക്കീലിന് നേർക്ക് തിരിഞ്ഞു. ഇപ്പോ എന്തു പറയുന്നു വക്കീലേ? ഇവൻ വായെടുത്താ നുണയെ പറയുന്നു, ഇപ്പോ മനസ്സിലായില്ലേ? ഷീലാരത്നം മറുപടി പറയാതെ കിരണിന്റെ അമ്മയെ ദേഷ്യത്തോടെ നോക്കി. പോയി എടുത്തോണ്ട് വാടാ. ഒരിക്കൽ കൂടി കിരണിന്റെ നേർക്ക് നോക്കി ആദിത്യ അലറിയതും അവൻ എഴുന്നേറ്റ് വിഭയെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടപ്പെടുന്നവർ ഒരു ഇമോജിയെങ്കിലും അഭിപ്രായമായി ഇട്ടേക്കണേ. കൂടാതെ ഷെയറും ലൈക്കും ചെയ്യണേ.